everyone. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ ആയിട്ടുള്ള ന്യൂസ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നതിനെ ഒന്ന് എല്ലാവരിലേക്കും പരിചയപ്പെടുത്തുക. എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെ കോർ എലമെന്റ്സ് ആണ്, എത്ര ബ്ലോക്ക് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട് എന്നതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ആദ്യം തന്നെ നമ്മുടെ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് BNM024 ആണ്. ജേർണലിസത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ എലമെന്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എപ്പോഴും റൈറ്റിംഗും എഡിറ്റിംഗും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് എങ്ങനെ നമ്മൾ ന്യൂസ് എഴുതാം, ഏതൊക്കെ സോഴ്സസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനാവും, ഏതൊരു സ്ട്രക്ചറിലാണ് ന്യൂസ് എഴുതേണ്ടത്, അവസാനത്തുള്ള എഡിറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, മൾട്ടിമീഡിയയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ജേർണലിസത്തിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ മാർക്ക് സ്കോർ ചെയ്യാനും ഏറ്റവും എളുപ്പമാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിലേക്ക് പോവാം, അല്ലെങ്കിൽ സബ്ജക്റ്റിലേക്ക് കുറച്ചുകൂടെ ഇൻ ഡെപ്തിലേക്ക് നോക്കാം. സോ ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് 4 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ബ്ലോക്കിലും 3 to 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഈക്വൽ ഡിവിഷൻ അല്ല, ചില ബ്ലോക്കിൽ 3 യൂണിറ്റ്സും ചില ബ്ലോക്കിൽ 4 യൂണിറ്റ്സും ആയിട്ടാണ് വരുന്നത്. അപ്പം 4 ബ്ലോക്സ് വിത്ത് 14 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. സോ അതാണ് ഒരു ബേസിക് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലും എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ബ്ലോക്ക് 1, as the name suggests, റൈറ്റിംഗ് സ്കിൽസ്. എന്താണ് റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 1 പറയുന്നത്. ഫൗണ്ടേഷണൽ എലമെന്റ്സ് ഓഫ് എ റൈറ്റിംഗ്, എങ്ങനെ നമുക്കൊരു ഗുഡ് ക്വാളിറ്റി റൈറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റും, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഡീറ്റെയിൽഡ് ഒരു എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ന്യൂസ് റൈറ്റിംഗ്, നമ്മൾ എങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂസ് എഴുതാം. നമുക്കറിയാം ന്യൂസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് നമ്മൾ എഴുതുന്നത്. പേര് കേട്ട് ടെൻഷൻ ആവേണ്ട, നമുക്ക് പോകെ പോകെ അടുത്ത കമ്മിങ് ക്ലാസ്സസിൽ എന്താണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്നുള്ളത് പഠിക്കാം. പിന്നെ വേരിയസ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിലാണ് നോക്കേണ്ടത്, എങ്ങനെ നമുക്കൊരു സോഴ്സ് റിലയബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് നുവാൻസസ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ്. എന്താണ് നുവാൻസസ് എന്ന് പറഞ്ഞത്? സംതിങ് വിച്ച് ഈസ് ന്യൂ, റൈറ്റ്? ഇപ്പൊ നുവാൻസസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് പ്രസന്റേഷനിലേക്കാണ് പോകുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ന്യൂസിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേരിയസ് ആയിട്ടുള്ള ഡിജിറ്റൽ ടൂൾസ്, ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു ജേർണലിസത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഒരു ജേർണലിസ്റ്റിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് സൊസൈറ്റി എന്തൊക്കെയാണ്, അങ്ങനെ ഓവറോൾ ഐഡിയ ആണ് നമുക്ക് ബ്ലോക്ക് 3യിൽ കിട്ടുന്നത്. ഏതൊരു സാധനത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എലമെന്റ് എന്തായിരിക്കും, അത് എഴുതിയാൽ മാത്രം പോരാ, അത് എഡിറ്റിംഗ് കൂടെ ചെയ്യണം. സോ ബ്ലോക്ക് 4 ഈസ് ഓൾ അബൌട്ട് എഡിറ്റിംഗ് ആണ്. അതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ്, ഹൈറാർക്കി എന്താണ്, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്പറേഷൻസും ന്യൂസ് റൂമും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 4ൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ബ്ലോക്ക് 1 to 4 എടുക്കുകയാണെങ്കിൽ നമ്മൾ ബേസിൽ നിന്ന്, അതായത് ആദ്യമേ നമ്മൾ റൈറ്റ് ചെയ്യുവാണ്. ഇപ്പൊ വേരിയസ് ടൈപ്സ് ഓഫ് റൈറ്റിംഗിലൂടെ കടന്ന് അവസാനം എഡിറ്റിംഗിലേക്ക് പോകുന്നതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നോക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് എന്താ, ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നും ഓരോ യൂണിറ്റ്സിന്റെ അത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും കുറച്ചൊരു ഡെപ്തിലേക്ക് നോക്കാം. സോ ഒന്നാമത്തെ എന്താണ്, ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1 എന്താണ്, റൈറ്റിംഗ് സ്കിൽസ് ആണ് ബ്ലോക്ക് 1. റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്ന ബ്ലോക്കിനെ അഗെയിൻ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ചാപ്റ്റർ ആണ് ഉള്ളത്. യൂണിറ്റ് 1 റൈറ്റിംഗ് പ്രോസസ് ആൻഡ് മെത്തേഡ്സ്, യൂണിറ്റ് 2 എഫക്റ്റീവ് റൈറ്റിംഗ്, യൂണിറ്റ് 3 ചേഞ്ചിങ് കോൺസെപ്റ്റ്സ് ഓഫ് ന്യൂസ്. സോ നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമ്മൾ ഇത് ന്യൂസിന്റെ ആസ്പെക്റ്റിലാണ് നോക്കുന്നത്. അപ്പൊ ആ ടൈപ്സ് ഓഫ് റൈറ്റിംഗ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ടൈപ്സ് ഓഫ് ന്യൂസ് റൈറ്റിംഗ്, ഏതൊക്കെ ടൈപ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ലൈഡിൽ. എക്സ്പോസിറ്ററി, നരേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ്. ഈ റൈറ്റിംഗ് ഒക്കെ എന്താണ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഒരു റൈറ്റിംഗ് മറ്റൊന്നിൽ നിന്ന് എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്, അതിന്റെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നോക്കുന്നത്. പിന്നെ ഒരു പർപ്പസ് ഓഫ് എ ന്യൂസ് ആർട്ടിക്കിൾ. നമുക്കറിയാം ഒരു ന്യൂസിന്റെ ജോലി എന്താണ്, ടു എന്റർടൈൻ ആൻഡ് ടു എഡ്യൂക്കേറ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവയർനെസ് തരിക, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് എന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ് ഓഫ് റൈറ്റിംഗ്, ഡിഫറെന്റ് പ്രോസസ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് റൈറ്റിംഗ്. ഇപ്പൊ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂസ് റൈറ്റിംഗ് ഉണ്ട്, പേർപ്പസ് ഓഫ് എ ന്യൂസ് ആർട്ടിക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് റൈറ്റിംഗ്. ഇനി യൂണിറ്റ് 2ലേക്ക് നോക്കാം. യൂണിറ്റ് 2 ഈസ് ഓൾ അബൌട്ട് എഫക്റ്റീവ് റൈറ്റിംഗ്.
എന്തെങ്കിലും ഒരു സാധനം എഴുതിയാൽ പോരല്ലോ, നമുക്കത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റൈറ്റിംഗ് ഇതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെ നമ്മൾ ഓരോ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്യണം, ഓരോ പാരഗ്രാഫിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എങ്ങനെ ഒരു സ്ട്രക്ചർ വേണം, ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസും ഒക്കെയാണ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് എങ്ങനെ നമുക്ക് ന്യൂസ് ആർട്ടിക്കിൾ എഴുതാം, അതെങ്ങനെ നമ്മളുടെ അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റെപ്സ് നമ്മൾ നോക്കണം എന്നുള്ളതാണ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ചേഞ്ചിങ് കോൺസെപ്റ്റ്സ് ഓഫ് ന്യൂസ് ആണ്. സംതിങ് ഈസ് ചേഞ്ചിങ് അല്ലെ. നമ്മൾ പണ്ട് കാലത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് റേഡിയോ ആയിരുന്നു. ഇപ്പം നമുക്ക് എന്താ ഹൈടെക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു, പ്രിന്റ് മീഡിയ ആയിരുന്നു, പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് നമുക്ക് ഇപ്പോൾ ഉണ്ട്, റേഡിയോ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ജേർണലിസം എന്ന് പറയുന്ന സാധനം നന്നായി അപ്ഡേറ്റഡ് ആണ്. ഇന്ന് നമ്മൾ ന്യൂസ് വായിക്കുന്ന പത്രത്തിനേക്കാളും നമ്മൾ കൂടുതൽ അറിയുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. സോ അതാണ് ചേഞ്ചിങ് ട്രെൻഡ്സ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പാക്ട് ഓഫ് ഡെമോക്രറ്റൈസേഷൻ ഇൻ ന്യൂസ്, സിറ്റിസൺ ജേർണലിസം, യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, ടെക്നോളജിക്കൽ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, പുതിയ പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ന്യൂസിന്റെ, ആ വിധ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മൊത്തത്തിൽ ബ്ലോക്ക് 1ന്റെ അകത്ത് 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ബ്ലോക്ക് 1 ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. Moving on to next block, which is block 2. Block 2 is divided into 4 units ആണ്. Block 2ന്റെ അത് പ്രോപ്പർ റൈറ്റിംഗിന്റെ എക്സസൈസ് ആണ്. അതായത് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ റൈറ്റിംഗിന്റെ ടൈപ്സ്, സ്റ്റൈല്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നോക്കിയെങ്കിൽ ഇവിടെ നമ്മളുടെ ഒരു എന്താ പറയുക ആക്ഷനിലേക്ക് വരുവാണ്. എങ്ങനെ നമുക്കൊന്ന് എഴുതി നോക്കാം എന്ന രീതിയിലാണ് ബ്ലോക്ക് 2 വരുന്നത്. ബ്ലോക്ക് 2നെ നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോ യൂണിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. യൂണിറ്റ് 4 റൈറ്റിംഗ് എ ന്യൂസ് റിപ്പോർട്ട് ആണ്. നമ്മൾ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഹൈറാർക്കിൽ ഉണ്ട്. അതായത് ഒരു പ്രോപ്പർ സ്ട്രക്ചറിലാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. വിച്ച് ഈസ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് നമ്മൾ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. അത് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, ന്യൂസ് വാല്യൂസ് എന്താണ്, എങ്ങനെയാണ് ഒരു ന്യൂസ് റൈറ്റിംഗിന്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്, ജേർണലിസ്റ്റിന്റെ റോൾ ഇൻ ദ സൊസൈറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇൻവേർട്ടർ പിരമിഡ് സ്റ്റൈലിന്റെ അകത്ത് എപ്പോഴും ആദ്യം വരുന്നതാണ് ലീഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ന്യൂസിനെ സംബന്ധിച്ച് 5 Ws and 1H ലീഡിൽ വേണം എന്നാണ് പറയുന്നത്. അതായത് ഒരു എങ്ങനെ എവിടെ സംഭവിച്ചെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൊടുക്കണം. ഒരു ബിസി റീഡേഴ്സ് ആയിട്ടുള്ള ഒരാൾ വായിക്കുമ്പോൾ ന്യൂസ് മൊത്തമായി വായിക്കാതെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ആ ന്യൂസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്തെവിടെ സംഭവിച്ചെന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് ലീഡ് എന്ന് പറയുന്നത്. സോ ലീഡിന്റെ റൈറ്റിംഗ് എന്താണ്, ടൈപ്പ് ഓഫ് ലീഡ്സ്, എങ്ങനെ നമുക്കൊരു ന്യൂസിന്റെ ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റും, ഹെഡ്ലൈൻ റൈറ്റിംഗ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 കടക്കുമ്പോഴത്തേക്ക് വിച്ച് ഈസ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, സംതിങ് റിലേറ്റഡ് ടു ബ്രോഡ്കാസ്റ്റ് മീഡിയ ആണല്ലേ. നമുക്ക് മനോരമയും മാതൃഭൂമിയും ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ബേസിക്സ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിംഗ്, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിംഗ്. നമുക്കറിയാം IPL സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പോർട്സിൽ നല്ലപോലെ നോളജ് ഉള്ള ഒരാളായിരിക്കും IPL റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ക്രൈം ഏരിയയിൽ ക്രൈമിനെ കുറിച്ചൊരു ധാരണയുള്ളവരാണ് പോകുന്നത്. അപ്പം ഓരോ ന്യൂസ് റിപ്പോർട്ടിങ്ങിനും അതിനൊരു വിങ് എപ്പോഴും ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. അതിന് ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് 6 കാറ്റഗറീസ് ആണ്. ഡെവലപ്മെന്റൽ ജേർണലിസം, ഇവന്റ് റിപ്പോർട്ടിംഗ്, എന്റർടൈൻമെന്റ് റിപ്പോർട്ടിംഗ്, പൊളിറ്റിക്കൽ, ഫൈനാൻഷ്യൽ ആൻഡ് ക്രൈം. പിന്നെ എങ്ങനെ നമുക്കൊരു സ്റ്റോറി കണ്ടുപിടിക്കാം, അതായത് നമുക്കറിയാം ദിവസവും എന്തുമാത്രം ന്യൂസ് ആണ് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഒരു സ്റ്റോറിയുടെ ഐഡിയ നമുക്ക് കിട്ടും, എന്തൊക്കെ എത്തിക്സ് വേണം, നമ്മൾ ചുമ്മാ പോയി എല്ലാ ന്യൂസും നമ്മൾ കൊടുക്കാൻ പാടില്ല. റിപ്പോർട്ടിംഗ് എത്തിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 6 പോകുമ്പോൾ റൈറ്റിംഗ് ലീഡ്സ് ആൻഡ് ഹെഡ്ലൈൻ. നേരത്തെ നമ്മൾ ലീഡിന്റെ കാര്യം പറഞ്ഞതാണ്. ലീഡിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനമാണ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് യൂണിറ്റ് 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഡ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡ്, ഹെഡ്ലൈൻ എന്തൊക്കെയാണ്, ഹെഡ്ലൈൻ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം, ഹെഡ്ലൈൻ ഒരു പ്രത്യേക ഫോൺ സൈസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, അതിനെ കുറിച്ചൊരു പ്രോപ്പർ എത്ര സൈസ് വേണം എന്നുള്ളത്, ടൈപ്സ് ഓഫ് ഹെഡ്ലൈൻ, അതുപോലെ ഹെഡ്ലൈൻ പ്രോപ്പിന്റെ സൈസ് എന്തൊക്കെയാണ്, പിന്നെന്താണ്, അത്രയാണ് നമ്മൾ യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് റൈറ്റിംഗ് ലീഡ്സ് ആൻഡ് ഹെഡ്ലൈൻസ് എന്നുള്ളതാണ്. ഇനി യൂണിറ്റ് 7 പോവുകയാണെങ്കിൽ സോഴ്സസ്, ഓൺലൈൻ റിസർച്ച് ആൻഡ് മാത്ത് ഫോർ റിപ്പോർട്ടേഴ്സ്.
ഒരു പേരിനകത്തുണ്ടല്ലേ സോഴ്സസ്. നമുക്ക് ന്യൂസ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ന്യൂസിന്റെ സോഴ്സ് കിട്ടില്ലല്ലോ. ന്യൂസ് അല്ലെങ്കിൽ ആരും നമുക്ക് വീട്ടിൽ കൊണ്ട് തരികയില്ല. അപ്പം അതിനുള്ള സോഴ്സ് നമ്മൾ എവിഡന്റ്ലി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് തന്നെ കണ്ടുപിടിക്കണം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ BBC അല്ലെങ്കിൽ റോയിറ്റേഴ്സ് പോലുള്ള നല്ല നല്ല ന്യൂസ് ഏജൻസി ആയിട്ട് നമുക്ക് സോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ BBC ജസീറ പോലുള്ള നല്ല നല്ല ചാനൽസിൽ നിന്ന് എടുക്കുക. അപ്പൊ റിലയബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദ സോഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എന്താണ്, sorry, my battery is kind of low. That's okay, we can continue. Sorry for the distraction. സോ അപ്പം അതിന്റെ സോഴ്സസ് എന്താണ്, റിലയബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദ സോഴ്സസ്. പിന്നെ ഓൺലൈൻ റിസർച്ച് എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ ഓൺലൈൻ റിസർച്ചിന് ഏതൊക്കെ സോഴ്സ് നമ്മൾ നോക്കണം, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 7 ഓവറോൾ നോക്കുന്നത്. ഇനി യൂണിറ്റ് 7 വരെയാണ് ഈ ഒരു ഇതിലുള്ളത്. അടുത്ത നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 3 നമ്മൾ നോക്കുവാണ്. അപ്പൊ ഫസ്റ്റ് 2 ബ്ലോക്ക് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് എന്താണ്, അതിന്റെ റൈറ്റിംഗ് എന്താണ്, എങ്ങനെ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം, എങ്ങനെ ന്യൂസ് റൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് 2 സെക്ഷനും റൈറ്റിംഗ് സെക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എന്താണ്, പുതിയ ഒരു ഫ്യൂച്ചർ ജേർണലിസം അല്ലെങ്കിൽ പ്രസന്റിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മേജറായിട്ട് ഡിജിറ്റൽ ടൂൾസ്, സ്റ്റോറി ടെല്ലിംഗ്, മൾട്ടിമീഡിയ ജേർണലിസം, എത്തിക്സിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഡിജിറ്റൽ ടൂൾസ് ഫോർ ജേർണലിസ്റ്റ് ആണ്. എന്താണ് ഡിജിറ്റൽ ടൂൾസ് ഫോർ ജേർണലിസ്റ്റ് ആണ്. ഇവിടെ എന്തൊക്കെ AI ടൂൾസ് നമുക്ക് നോക്കാം, ഏതൊക്കെ വെബ്സൈറ്റ്സ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ജേർണലിസത്തിന്റെ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് യൂണിറ്റ് 8 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 9 പോകുമ്പോൾ ഒരു സ്റ്റോറി എങ്ങനെ നമ്മൾ ഡെലിവർ ചെയ്യണം. നമുക്കറിയാം എഡിറ്റോറിയൽ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റോറി ഒക്കെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റില്ലേ, ഫീച്ചർ ചെയ്യാറുണ്ട് നമ്മൾ ന്യൂസിൽ. അതായത് ന്യൂസിൽ നമ്മൾ ഫാക്ട്സ് പറയുന്നതിനോടൊപ്പം തന്നെ ഫീച്ചറിങ്ങും ഉണ്ട്. ഓരോ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലോ. അപ്പൊ ഫീച്ചറിങ് ഒക്കെ സമയത്ത് എങ്ങനെ ഒരു സ്റ്റോറി ഫോർമാറ്റ് ചെയ്യാം, പിന്നെ ഹിസ്റ്ററി ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ്, കണ്ടംപററി സ്റ്റോറി ടെല്ലിങ്ങിന്റെ യൂസസ് എന്തൊക്കെയാണ്, സ്റ്റോറീസിന് തന്നെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഉണ്ട്, ആ ഫോർമാറ്റ്സ് നോക്കാൻ പറ്റും, പ്രോസസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പൊ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ ആണ് യൂണിറ്റ് 9 നമുക്ക് തരുന്നത്. യൂണിറ്റ് 10 പോകുമ്പോഴത്തേക്ക് വിച്ച് ഇസ് ഓൾ അബൌട്ട് മൾട്ടിമീഡിയ ജേർണലിസം. മൾട്ടിമീഡിയ ജേർണലിസത്തിനെ കുറിച്ചാണ് യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യുന്നത്. മൾട്ടിമീഡിയ ജേർണലിസത്തിന്റെ മീനിങ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ ഫ്യൂച്ചറിലെ യൂസസ് എന്തൊക്കെയാണ്, ഒരു മൾട്ടിമീഡിയ ജേർണലിസ്റ്റിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് എത്തിക്സ് ഇൻ റിപ്പോർട്ടിംഗ് ആണ്. അതായത് നമുക്കറിയാം ഏതൊരു കാര്യത്തിനും കുറച്ച് എത്തിക്സ് ഉണ്ട്. ഒരു ടീച്ചറിന് ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും, നമുക്ക് കുറെ മോറൽ എത്തിക്സ് ഉണ്ട്. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണല്ലേ, എന്റെ എത്തിക്സിനെതിരാണ് എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയാറുണ്ട്. സോ എത്തിക്സ് എന്ന് പറയുന്നത് റിപ്പോർട്ടറിന് വേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് സമൂഹത്തിനോട് കുറേയധികം പ്രതിബദ്ധതകളുണ്ട്. ഇപ്പൊ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ജേർണലിസ്റ്റ്, ഒരു ജേർണലിസത്തിന്റെ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 അഗെയിൻ ഡിവൈഡ് ഇൻ ടു 3 യൂണിറ്റ്സ് ആണ്. അപ്പൊ ബ്ലോക്ക് 4ന്റെ നെയിം ഒന്ന് നോക്കിയേ, എഡിറ്റിംഗ് ദ പീപ്പിൾ അല്ലെ, സംതിങ് വിച്ച് ഇസ് എഡിറ്റിംഗ്. ഒരു നല്ല രസകരമായ ഒരു ടൈറ്റിൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എഡിറ്റിംഗ് ആണ്, ആ പേര് കേൾക്കുന്ന പോലെ തന്നെ ഫുള്ളി എഡിറ്റിംഗ് ആണ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 12 എന്താണെന്ന് നോക്കിയാലോ. യൂണിറ്റ് 12 എഡിറ്റിംഗ് ആണ്, അതിന്റെ ഇമ്പോർട്ടന്റ് വാല്യൂസ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പ്രൂഫ് റീഡിംഗ് എന്താണ്, അതിന്റെ സ്റ്റെപ്സ്, പ്രോസസ് എന്നുള്ളതാണ്. ഇപ്പൊ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു പത്രമൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു ട്രെയിനി ഉണ്ടായിരിക്കും, ഒരു സബ് എഡിറ്റർ ഉണ്ടായിരിക്കും, എഡിറ്റർ ഉണ്ടായിരിക്കും, ചീഫ് എഡിറ്റർ ഉണ്ടായിരിക്കും. അപ്പം ഓരോ ലെവൽ ബൈ ലെവൽ ആയിരിക്കും എഡിറ്റിംഗ് പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, സെൽഫ് എഡിറ്റിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 13 എന്ന് പറയുന്നത് ന്യൂസ് റൂം ഓപ്പറേഷൻസ് ആണ്. നമുക്കറിയാം ഇപ്പൊ ഒരു സ്കൂൾ എടുക്കുക അല്ലെങ്കിൽ കോളേജ് എടുക്കുക, അവിടെ ഒരു എന്തായിരിക്കും, ഒരു ഓഫീസ് റൂം ഉണ്ടായിരിക്കും, റിസപ്ഷൻ ഉണ്ടായിരിക്കും, കഫ്റ്റീരിയ ഉണ്ടായിരിക്കും, ക്ലാസ് റൂം ഉണ്ട്, സ്റ്റാഫ് റൂം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഇല്ലേ. അതുപോലെ തന്നെയാണ് ന്യൂസ് റൂമിന്റെ അകത്തും ന്യൂസിന് പ്രത്യേകം വിങ് ഉണ്ടായിരിക്കും, ഫോട്ടോഗ്രാഫി, ഡെസ്ക്ടോപ്പ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, അങ്ങനെ ന്യൂസ് റൂം ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, എഡിറ്റോറിയൽ സ്ട്രക്ചർ എന്താണ്, ന്യൂസ് റൂമിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ വൊക്കാബുലറീസ് ആണ് നമ്മൾ ന്യൂസ് റൂമിൽ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം VC അല്ലെ VO എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, വിച്ച് ഇസ് വോയിസ് ഓവർ. അങ്ങനെ പല ടെക്നിക്കൽ ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്, പിന്നെ ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് ദ ന്യൂസ് റൂം, അതൊക്കെയാണ് യൂണിറ്റ് 13 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 14 ആണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് എ ന്യൂസ് ഓർഗനൈസേഷൻ. ഒരു ന്യൂസ് ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഏതൊരു സാധനത്തിനും ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും അല്ലെ. ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, പേരൻസ് ഉണ്ടായിരിക്കും, പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും, മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും.
സോ അത് തന്നെയാണ് ഇവിടെ ന്യൂസ് ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ട്, ബിസിനസ്സും ഓപ്പറേഷൻ, അഡ്വർടൈസ്മെന്റ് ഒക്കെ, പിന്നെ അതിനകത്ത് ഉണ്ടാവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. ഇത്രയാണ് യൂണിറ്റ് 14. ഞാൻ പറഞ്ഞു നമുക്ക് മൊത്തത്തിൽ 4 ബ്ലോക്കാണ് ഉള്ളത്. 4 ബ്ലോക്കിലായിട്ട് മൊത്തം 14 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ന്യൂസ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ന്യൂസ് എങ്ങനെ റൈറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അതാണ് ഓവറോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ന്യൂസ് പ്രിന്റ് മീഡിയം മാത്രമല്ല, ബ്രോഡ്കാസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. സോ വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്താണ് ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. Thank you for watching my video. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ please do ask. Okay, thank you.